ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇത് ഞാൻ എൻ്റെ അമ്മയുടെ ധർമ്മദൈവങ്ങളുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ധർമ്മദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാട്ട് ദൈവങ്ങളുണ്ടല്ലോ, നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ടുള്ള കുലദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് അതൊരു അമ്പലമായിട്ടല്ല കേട്ടോ, ഇതൊരു കാവാണ് കേട്ടോ. കൊടുങ്ങല്ലൂരമ്മയാണ് ആക്ച്വലി ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കൊടുങ്ങല്ലൂരമ്മ അതായത് ഭദ്രകാളിയാണേ. അപ്പം പോണ വഴിയിൽ ഇപ്പം ഞാൻ നോക്കിയ ഒരു പീ ഹെന്നാണിത്. ഈ ഒരു പെൺമയിലിനെ കണ്ടു. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു പീക്കോക്കിനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ആദ്യമായിട്ടാണ് ഒരു പെൺമയിലിനെ കാണുന്നത്. ആൺമയിലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കാട് പിടിച്ച് കാവാണല്ലോ, അപ്പോൾ കാവിന് ചുറ്റും ഒരിക്കലും നമ്മൾ വെട്ടി തെളിക്കുകയൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കാവായതുകൊണ്ട് ആ കാട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുക. ചെറിയ തോടൊക്കെ ഉണ്ട്, അതൊക്കെ കടന്ന് ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടേക്കണമെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ശരിക്കും ഒരാൾക്ക് പോകാവുന്ന ഇതേ ഉള്ളൂ, വഴിയുള്ളൂ. ഇത് കാവിൻ്റെ അകത്ത് ഏരിയ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞേക്കണോണ്ടാണ് കേട്ടോ. നോക്കിച്ചപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ ഇങ്ങനെ കാടിൻ്റെതായ രീതിയിൽ തന്നെ ആ കാവ് മെയിൻറ്റെയിൻ ചെയ്യണം, അമ്പലമായിട്ട് പണിയെടുത്തെന്ന് പറഞ്ഞേക്കണോണ്ടാണ് ഇങ്ങനെ തന്നെ അത് നിലനിർത്തുന്നത്. അതിന് ചുറ്റും ഒക്കെ ഒരു പോത്ത് അവിടെ മേയാൻ കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും പലതരം മരങ്ങളൊക്കെ ഞാൻ കണ്ടു. റംബുട്ടാൻ്റെ മരം കണ്ടു, പിന്നെ ജാതിക്ക, അമ്പഴങ്ങയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ തൊഴുത് തിരിച്ചു വരികയാണ്. ഈ മഴയായതുകൊണ്ട് നിറച്ച് ഈ പറഞ്ഞ പോലെ കാട് പിടിച്ച് നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പോകുന്ന അമ്പലമായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങോട്ട് പോയി ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ പോയത്. അവിടെ ഒരു അടഞ്ഞു കിടക്കണ അമ്പലമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നമുക്ക് തൊഴുത് വിളക്കൊക്കെ വെച്ചിട്ട് വരാം. കണ്ടോ, റംബുട്ടാൻ്റെ മരം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇത് റംബുട്ടാനൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ആ മരത്തിൽ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിന് അടുത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട്, അതിൻ്റെ അമ്പലക്കുളമാണ് കേട്ടോ. ആ കാവിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഉളിയന്നൂരപ്പൻ്റെ, അതായത് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം ഉള്ളത്. പെരുന്തച്ഛൻ്റെ നാടാണ് കേട്ടോ. പെരുന്തച്ഛൻ പണിത അമ്പലമാണ് ഇത്. ഈ അമ്പലത്തിന് ചുറ്റുമുള്ള മതില് എന്തോ ഭൂതഗണങ്ങൾ എന്തോ പണിതിട്ടുള്ളതാണെന്നാണ് എന്തോ ഒരു ഐതിഹ്യം ഉള്ളത്. അപ്പോൾ രാത്രിയാണ് അവർ പണി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അടുത്ത ദിവസം രാവിലേക്ക് മുമ്പ് അത് പണി തീർക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് തീർക്കാൻ പറ്റാത്ത ഭാഗമാണ് ഈ ഭാഗം. അത് രാത്രി കൊണ്ട് തന്നെ അവർക്ക് തീർക്കാൻ പറ്റില്ല. ഏർലി മോർണിംഗിന് മുമ്പ് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അവരിട്ടിട്ട് പോയെന്നാണ് പറയണത്. പിന്നെ ആരും അതൊന്നും ചെയ്തിട്ടില്ല. ഇത് പെരിയാർ, അതായത് നമ്മുടെ ആലുവ പുഴയാണ്. പുഴയൊക്കെ ഇപ്പോൾ കൂലം കുത്തി ഒഴുകുകയാണ്. എന്താണെന്ന് വെച്ചാൽ മഴയാണല്ലോ, നല്ല ഒഴുക്കാണ് കേട്ടോ, നല്ല അസല ഒഴുക്കാണ്. ഞാനൊരു വൈകുന്നേരം ഒരു 3:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ അതിനടുത്തുള്ള ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള വേറൊരു അമ്പലമാണ്. ഇതും ശിവന്റെ അമ്പലമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ശിവന്റെ അമ്പലം. പക്ഷെ ഇത് നമുക്ക് അങ്ങോട്ട് അകത്ത് കയറി തൊഴാം. അകത്തിന്റെ സെൻസ് ഇതിന്റെ ഉള്ളിലല്ല, അതിന് ചുറ്റുമൊക്കെ നമുക്ക് തൊഴാം, അത് തുറന്നിട്ടില്ലെങ്കിലും. അപ്പൊ ഞാൻ വെറുതെ ഏതായാലും വന്നതല്ലേന്ന് വെച്ച് അങ്ങനെ സ്വയംഭൂ ക്ഷേത്രമാണ് ഇതിട്ട്, സ്വന്തമായിട്ട് ഉണ്ടായതാന്നാ പറയണത്. എനിക്ക് ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. ഇത് അതിന്റെ ചുറ്റും തന്നെയാണ് ഈ ആലുവപ്പുഴ ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസും കൂടി എടുത്തതാണ്. ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ നിന്നൊന്ന് തൊഴുതിട്ട് മെട്രോയിൽ കയറിയിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത്. മറ്റേ ആലുവ മെട്രോ സ്റ്റേഷനിൽ, പുളിഞ്ചോട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള മെട്രോയിൽ കയറി ഞാൻ വീടെത്തി. അത്രയേ ഉള്ളൂ. ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.